10 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ആകെ പെട്ടിട്ടാവുള്ളേ. ഞാനല്ല, അതിൽ നമ്പർ കൊടുത്തത് നമ്മളെ ജയപ്രകാശ് എന്ന് പറഞ്ഞ ഒരു കിടിലൻ സാറാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാം ജീവിതത്തിൽ വഴിത്തിരിവാണ്. എനിക്ക് PMEGP ലോൺ കിട്ടാൻ കാരണക്കാരായ ഒരു മഹത് വ്യക്തിയാണ് അയാളെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ഞാൻ അയാളെ നമ്പർ വെച്ച് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് അയാളെ ബന്ധപ്പെടാന്ന് വെച്ചിട്ട് നമ്പർ കൊടുത്തപ്പോൾ അയാൾക്ക് വരുന്ന കോളിനാണ് വീഡിയോ അത്യാവശ്യം വൈറലായി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല, അയാളും പ്രതീക്ഷിച്ചില്ല വീഡിയോ ഇങ്ങനെ കയറുന്നു. ഒരുപാട് പേര് പുള്ളിനെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കോൾ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു ഫാമിലിയിൽ നിന്ന് വന്ന കോൾ എടുക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി കോളാണ്. കോള് എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള എൻക്വയറി ആയാലും പ്രശ്നമില്ല. പല കുട്ടികൾ വരെ വിളിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ലോൺ എടുക്കുവാണെങ്കിൽ ഏത് ലോണാണ് എടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഏത് ലോണാണ് എളുപ്പം കിട്ടുക, അതുപോലെ തന്നെ പല കാര്യം ഉന്തുവണ്ടിക്ക് ലോൺ കിട്ടുമോ, ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെല്ലാം വിളിച്ചിട്ട് പുള്ളിനോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് പേര് സ്വന്തമായിട്ട് ലോൺ കിട്ടാനും സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ നെട്ടോട്ട് ഓടുന്നുണ്ട്. ശരി തന്നെയാണ്. അപ്പൊ ഈ നമ്പർ പ്രോപ്പറായിട്ട് അർഹതപ്പെട്ടവർ മാത്രം, അത് കണ്ണൂർ ജില്ലയുടെ DRP ആണ് പുള്ളി, ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ എന്നാണ് പറയാം. അപ്പൊ പുള്ളിക്ക് കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റ് ജില്ലയിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നാണ്, അതായത് ജില്ലാ വ്യവസായ ബോർഡിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ പ്രോപ്പറായി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ പുള്ളിനെ വിളിച്ച് വെറുതെ ശല്യം ചെയ്യരുത്. കാരണം പുള്ളി ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ പേര് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്. ഉണ്ട കിട്ടും, ഇതൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല, ഇതൊന്നും നടപടിയാകുന്ന കേസല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഞാൻ PMEGP വഴി ലോൺ എടുത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾ മെനക്കെട്ടാൻ നടക്കും. പിന്നെ ആരും ലോണൊന്നും വീട്ടിൽ കൊണ്ടുതരില്ല. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പുള്ളിനെ വിളിച്ച് വെറുതെ ശല്യം ചെയ്ത് അതാത് ജില്ലാ വ്യവസായ ബോർഡിൽ അന്വേഷിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.